മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ എന്ത് നോക്കി നിൽക്കുക? കേരളത്തിന് എത്രത്തോളം വലിയ പ്രശ്നമാണ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഉണ്ടാവാൻ പോകുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രിയൊക്കെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പ്രസ് മീറ്റും വിളിച്ചിട്ട് ഡയലോഗ് അടിക്കുന്നത് കേട്ടാൽ ഈ ജാതി എന്തിനാണ് മണ്ടത്തരം പറഞ്ഞ് ഇപ്പയും നിൽക്കുന്നത് എന്നല്ലേ തോന്നുക. ഇതിനൊക്കെ ഉചിതമായ ഒരു മറുപടി കഴിഞ്ഞ വർഷം 2024 തന്നെ കൃത്യമായിട്ട് സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കേൾക്കണം. നിങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഇതൊന്നും കേൾക്കേണ്ടത്. നമ്മൾ മലയാളികൾ എന്ന വികാരത്തിൽ ഈ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടു നോക്കണോ. ഇതിലപ്പുറം ഒരു രക്ഷയും കേരളത്തിന് വരാൻ പോകുന്നില്ല. അദ്ദേഹം എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കൂ. അതിനുശേഷം ജലവിഭവ വകുപ്പ് മന്ത്രി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞതും ഞാനിവിടെ മുന്നോട്ട് വെക്കാം. സുരേഷ് ഗോപി 2024 പറഞ്ഞതൊന്ന് കേട്ടു നോക്കൂ. അപ്പൊ ഈ പ്രോബിംഗ് നടക്കണം. അപ്പൊ ഇന്നലെ അങ്ങനെയുള്ള ഒരു പ്രോബിന്റെ സയന്റിഫിക് ഇൻവെൻഷനിൽ തന്നെയുള്ള എൻഹാൻസ്ഡ് ഗോ എഹെഡ് ആൻഡ് ഫൈൻഡിങ്സ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ആണ് ഇന്നലെ ISROയിൽ കണ്ടക്ട് ചെയ്ത. ഉദ്ദേശം മുല്ലപ്പെരിയാറായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ വന്നു മുല്ലപ്പെരിയാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഘടനവാദികളെല്ലാം ഇത് തമിഴനെയും മലയാളിയെയും തമ്മിലടുപ്പിക്കാനാണ്. എന്താണിത് കേരളത്തിന് ഇങ്ങനെ ഒരു മനോഭാവം? മുല്ലപ്പെരിയാർ ഡാം പുതുതായി പണിയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് പോലും തലയിടാൻ പറ്റാത്ത തരത്തിൽ ഒരു ഡാം കമ്മീഷന് സുപ്രീം കോടതി നിയോഗിച്ച് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി അണ്ടർ ദി ക്ലച്ചസ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഒരാൾക്കും അതിനകത്ത് തലയിടാനൊക്കത്തില്ല. തലയിട്ട് ഇതിന് കോർട്ടിന് പുറത്തൊരു സമവായം ഉണ്ടാക്കി വരണമെങ്കിൽ അതിന് ശ്രമിക്കേണ്ടത് ശ്രീമാൻ പിണറായി വിജയനും ശ്രീമാൻ സ്റ്റാലിനുമാണ്. അവർ രണ്ടുപേരും മറ്റ് പല കാര്യങ്ങളിലും ഒക്കുമെങ്കിലും ഇതിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടൊക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടത് അവരെയാണ്. അവരെ ഭയക്കേണ്ടത് നിങ്ങൾ തമ്മിൽ അടുപ്പിച്ച് ഇത് സാധിക്കൂ, ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ച് ചോര ചിന്തി ഇത് സാധിക്കൂ എന്ന് പറയുന്ന രാഷ്ട്രീയ നിശ്ചയത്തെ നിങ്ങൾ ഭയക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയനും ശ്രീ സ്റ്റാലിനും ഒത്തൊരുമിച്ചിരുന്ന് അഡ്മിനിസ്ട്രേഷനിലായിട്ടൊരു ദൃഢമായ തീരുമാനമെടുത്താൽ ഈ പറയുന്ന നമ്മുടെ 4 ജില്ലകളെയും അവിടുത്തെ വ്യക്തികളുടെയും ആ ഒരു സാന്നിധ്യ സമ്പന്നത കൊണ്ട് കണ്ണീരൊഴിക്കപ്പെട്ട് കത്തിപ്പോകാതെ നമ്മുടെ ഒരു സമ്പുഷ്ടിയിലേക്ക് അവരുടെ നിലനിൽപ്പ് ഉറപ്പിക്കുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വിൽ ബിക്കം സോ വെരി ഈസി. ഇവരെന്താ അമാന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോഴും. അത് ഈ ഡാം കമ്മീഷനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കും. നിങ്ങൾ കേട്ടില്ലേ, 2024 പിണറായി വിജയന് MK സ്റ്റാലിനുമായിട്ട് കോടതിക്ക് പുറത്തു നിന്ന് ഒരു സമവായത്തിലേക്ക് എത്തിയിട്ട് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയം തീർക്കണം. എന്താണ് ഇതിങ്ങനെ വൈകിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് സുരേഷ് ഗോപി 2024 ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് 2026. വിജയ് സർക്കാരാണിപ്പോ തമിഴ്നാട് ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത് UDF സർക്കാർ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് ഇപ്പൊ തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതായത് 2024 പിണറായി വിജയന് എങ്ങനെ ഇടപെടാൻ സാധിക്കുമായിരുന്നോ അതേപോലെ തന്നെ കോൺഗ്രസിന് ഇപ്പോ ഇടപെടാൻ സാധിക്കും. പിണറായി വിജയനും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഇടപെടാൻ സാധിക്കും. കാരണം ഇടതുപക്ഷവും കൂടി പിന്തുണച്ചിട്ടാണ് വിജയ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സുരേഷ് ഗോപി ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്, പ്രധാനമന്ത്രിക്ക് പോലും ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം ഇതിലുണ്ട്. അതായത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കരാറിൽ നിയമപരമായിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി കേരളത്തിന് അനുകൂലമായിട്ട് കേരളത്തിന് എന്തെങ്കിലും അതായത് കേരളത്തിന്റെ അനുകൂലം എന്ന് പറയുന്നത് ഇവിടുത്തെ ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പുറത്തു നിന്ന് കോൺഗ്രസിന് ആ രാഹുൽ ഗാന്ധിക്ക് കൊണ്ട് ടൂറ് നിർത്തിയിട്ട് ഇവിടേക്ക് വന്നിട്ട് വിജയോട് പറഞ്ഞ് ഈ വിഷയം ഒന്ന് തീർത്തുകൂടെ? കാരണം
കോൺഗ്രസ് പിന്തുണച്ചിട്ടല്ലേ തമിഴ്നാട്ടിൽ ഭരണം മുന്നോട്ട് പോകുന്നത്? നമ്മുടെ കേരളം ഭരിക്കുന്നത് UDF അല്ലേ? കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ലേ? VD സതീശനോടാ നിങ്ങൾ ഏത് ഹെലികോപ്റ്റർ എടുത്തിട്ടോ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകണം. ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്തണം. ഈ കേരളം ഉണ്ടെങ്കിലല്ലേ ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ഉള്ളൂ. ഈ ഡാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ സാധാരണക്കാർ വളരെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാണ്. ഏതാണ് കേൾക്കേണ്ടത്, എങ്ങനെയാണ് കേൾക്കേണ്ടത്? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മുല്ലപ്പെരിയാർ ഡാമുമായൊക്കെ ബന്ധപ്പെട്ടതിന്റെ വർഷങ്ങളൊക്കെ ഏതൊരു സാധാരണക്കാരൻ എടുത്തു നോക്കിയാലും കാണാൻ സാധിക്കും. അതായത് 1887 ഈ ഡാം നിർമ്മാണം തുടങ്ങുന്നത്. 1895 ഈ ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നു. ഇന്ന് 2026, 130 വർഷത്തിലധികമായിരിക്കുന്നു. 131 വർഷമാ. കണക്ക് വെച്ച് നോക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഇപ്പോഴും തമിഴ്നാട്ടിൽ ജലനിരപ്പ് കൂട്ടാനുള്ള പദ്ധതികളൊക്കെയാ. എന്നിട്ട് ഇതിനു വേണ്ടി രാഷ്ട്രീയം പറഞ്ഞിരിക്കാനാണോ കേരളത്തിലെ ഇടതിന്റെയും വലതിന്റെയും തീരുമാനം? സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. മലയാളികൾക്ക് വേണ്ടിയാണിത്. ഇപ്പോഴും ജലവിഭവ വകുപ്പ് മന്ത്രിയൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്ത് തേങ്ങയാണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. തമിഴ്നാട് സർക്കാരിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്ന സാഹചര്യത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥരുടെ യോഗം ഞങ്ങൾ അടിയന്തരമായി ചേരുകയും സ്ഥിതിഗതികൾ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഞാൻ ഇതേ തുടർന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ അദ്ദേഹത്തെ മുഖ്യമന്ത്രി നേരിൽ കണ്ട് ഇത് സംബന്ധിച്ചൊരു കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തു. കേരളത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി വളരെ സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശം നേരത്തെ ഉള്ളതാണ്. തമിഴ്നാട് ഇതുവരെ അത് ചെയ്തിട്ടില്ല. നിങ്ങൾ കേട്ടില്ലേ? കേരളം ഒരു കാരണവശാലും ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കില്ല എന്നൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുക. ഇവരെയും കാത്തിരിക്കുകയാണ് തമിഴ്നാട്. നിങ്ങളെ ഈ ഡയലോഗ് അടിയൊന്നും ഇനി മലയാളികൾക്ക് കേൾക്കണ്ട. ഇനി ഇതിന്റെ റിസൾട്ട് കിട്ടണം മലയാളികൾക്ക്. ഈ മഴ പെയ്യുമ്പോഴേക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ റോഡുകളിലൊക്കെ വെള്ളം കയറുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുക. അപ്പോഴാ പുതിയതൊന്ന് തമിഴ്നാട്ടിൽ നിന്ന് ജലനിരപ്പ് കൂട്ടുക എന്ന് പറഞ്ഞ് ഇതെന്താ ഗൗരവത്തിൽ ഈ വിഷയത്തിന് VD സതീശന്, രാഹുൽ ഗാന്ധി ഇവരൊന്നും ഇടപെടാത്തത് കേരളത്തിലെ ഇടതുപക്ഷത്തോടു കൂടിയാ. നിങ്ങളൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സമയ. നിങ്ങളിവിടെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും എത്തിക്കുന്നത് തമിഴ്നാട്ടിലെ ജനതയൊന്നല്ല, മലയാളികളാണ്. നിങ്ങൾക്ക് വലുത് മലയാളികൾ തന്നെയല്ലേ? ഈ മലയാളികളാണ് നിങ്ങളെ ഇത്രത്തോളം ഭരണത്തിലും പ്രതിപക്ഷത്തൊക്കെ ഇരുത്തുന്നത്. എന്നിട്ടും ഇവിടെ ഒരു തിരിഞ്ഞു നോട്ടമില്ലാതെ എന്തോ മാധ്യമങ്ങളോട് പറയാ സ്പോട്ടിൽ വിജയെ കാണണോ? നിങ്ങൾക്ക് മലയാളികളോട് കേരളത്തിലെ ഇടതിനോ വലതിനോ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു കൂട്ടരും ഉണർന്ന് പ്രവർത്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സമയം. അത് വളരെ പ്രധാനപ്പെട്ട സമയം. നിങ്ങൾ തമിഴ്നാട് വിജയ് സർക്കാരിനോട് പറയണോ, നിങ്ങൾ ജലനിരപ്പ് കൂട്ടുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വലിച്ച് തള്ളിടുമെന്നുള്ളത്. കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ ഒന്ന് മാറി നിന്നാൽ വീണ് പോകുന്നതേ ഉള്ളൂ തമിഴ്നാട്ടിലെ വിജയ് സർക്കാരിന്റെ ഭരണം എന്നൊക്കെ പറയുന്നത്. ഇത് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു. ഇത് കേരളത്തിലെ ജീവനുകളെ വെച്ചുള്ളൊരു കളിയാണ്. ഇത് വെച്ച് നിങ്ങൾ പന്താടാൻ നിൽക്കരുത്. സമയം തീരെയില്ല. മലയാളികൾ ഈ പ്രശ്നം ഉന്നയിക്കൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2024 തന്നെ സുരേഷ് ഗോപി കൃത്യമായിട്ട് പറഞ്ഞതാ, ഇത് കോടതിക്ക് പുറത്തു നിന്ന് നിങ്ങൾ സമവായത്തിലേക്ക് എത്തൂ, നിങ്ങൾക്ക് ബന്ധമില്ലേ, നിങ്ങൾ അത് ചെയ്യൂ എന്ന് കൃത്യമായിട്ട് റിക്വസ്റ്റ് ചെയ്യാ. രാഷ്ട്രീയ ഭേദമന്യുള്ള മലയാളികളുടെ റിക്വസ്റ്റ് ആണ്. കോൺഗ്രസ് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം കേരളത്തെ. ഇടതുപക്ഷം ഇതിൽ നിന്നൊന്ന് കേരളത്തെ രക്ഷപ്പെടുത്തണം. ഇത് രക്ഷപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ വിജയ് സമ്മതിക്കുന്നില്ലെങ്കിൽ വിജയെ പിടിച്ച് തള്ളിടണം. മലയാളികൾക്ക് വേണ്ടിയിട്ടാ ഇതൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാം. UDF-ഉം LDF-ഉം ഒക്കെ കേരളത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? മുതലെടുപ്പ് മാത്രം മതി അവർക്ക് കട്ടുപിടിക്കൽ മാത്രമാണ് അവരുടെ ലക്ഷ്യം.
നമ്മൾ മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ ആ ജലനിരപ്പ് കൂട്ടുമെന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് തമിഴ്നാട് രംഗത്തെത്തിയത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക.